ഹലോ, വെൽക്കം ടു നിഗ മൊമെന്റ്സ് യൂട്യൂബ് ചാനൽ. ഇന്ന് നീക്കുട്ടിയുടെ ഒരു മോർണിംഗ് വ്ളോഗ് കണ്ടാലോ നമുക്ക്. എന്ന് രാവിലെ ഒരു 6:30-7 മണിയാകുമ്പോൾ എണീക്കുന്നതാണ് കേട്ടോ. ഇന്ന് ലേറ്റ് ആയിട്ട് എണീറ്റത്. 8 മണിയായി എണീക്കുമ്പം. അപ്പോൾ ഉറക്കക്ഷീണമൊന്നും അവൾക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞേം പാട് ചായ വേണമെന്ന് പറഞ്ഞ് മേശപ്പുറത്ത് കയറിയിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു പല്ലൊക്കെ തേക്കണം, പല്ലൊക്കെ തേച്ചിട്ടാണ് ചായ കുടിക്കുക. അങ്ങനെ ഓക്കെ അമ്മേ പല്ലൊക്കെ തേക്കാന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നിന്ന് ബ്രഷൊക്കെ എടുത്ത് കൊടുത്ത് പല്ലൊക്കെ തേക്കാൻ തുടങ്ങി. അവൾക്ക് ഒറ്റയ്ക്ക് പല്ല് തേക്കണം കേട്ടോ. ഞാൻ എന്തെങ്കിലും തേക്കാന്ന് പറഞ്ഞാൽ അതൊന്നും സമ്മതിക്കില്ല. അവൾക്ക് ഒറ്റയ്ക്ക് ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഒരു പക്ഷി വരുന്നത് കണ്ടു, എർലാടൻ. അതെന്താ അമ്മ പറഞ്ഞ് ചൂണ്ടിക്കാട്ടുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എർലാടനാണ്. കാക്കയാണോ അമ്മേ, കാക്കയാണോ എന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവൾ മുഖം കഴുകുമ്പോൾ ഞാൻ പറഞ്ഞു അമ്മ കഴുകി തരാമെന്നപ്പോൾ വേണ്ട, അതാ ഞാൻ ഡവറയിൽ വെള്ളം എടുത്ത് കൊടുത്തത്. അവൾക്ക് ഒറ്റയ്ക്ക് കഴുകാൻ സുഖമാണല്ലോ. അഥവാ കഴുകുന്ന ഇടയിൽ ആ ഡ്രസ്സ് നനഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നായാട്ടായിരിക്കും. അവള് കഴുകുമ്പോൾ പ്രശ്നമില്ല, ഞാൻ കഴുകി നനഞ്ഞാൽ ഭയങ്കര കുഴപ്പമാണ്. അങ്ങനെ മുഖമൊക്കെ കഴുകി ഇതാ വാ അമ്മേ ചായ കുടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ടേബിളിലേക്ക് കയറിയിരുന്നു. പുട്ടും എന്തേ പപ്പടും അപ്പം പഴമായിരുന്നു ഇന്ന്. ഒന്ന് പുട്ടതി മുഴുവൻ കഴിക്കോ? കഴിക്കോ? എന്താ വേണ്ടേ കുട്ടിക്ക്? എന്താ വേണ്ടേ? കറിയില്ല. പപ്പടം വേണോ പഴം വേണോ? എന്താ വേണ്ടേ? ഒരു ഒന്ന് അപ്പപ്പം മതി. ഒന്നെന്നെ തരുള്ളൂ. ഒന്ന് അപ്പപ്പം ഇത്രയൊക്കെ തിന്നോ? വേഗം കഴിച്ചിടും. ചായ പഴം ഒക്കെ ഈ തിന്നോ? തിന്നൂലട്ടാ. പഴവും പപ്പടം എല്ലാം കൂടി ഈ കഴിക്കോ? നിക അമ്മ വിളിച്ചരടി. ചൂടുണ്ടോ? മതി. ഇനി പുട്ടുക. എങ്ങനെയാ പുട്ട് കഴിക്കുക? ഇക പൊളിച്ച് കഴിച്ചു തരണോ? ഇനി തിന്നോട്ടോ. ഇത് കഴിക്കണം. ചായ കഴിക്കണോ പുട്ടില്? ഞാനുണ്ട് സൂപ്പറാ. ഞാൻ കഴിച്ചു. ഗുഡ് ഗേൾ ആവണ്ടേ നമുക്ക് ചായ കുടിച്ചിട്ട്? നീ കുട്ടി ഗുഡ് ഗേൾ അല്ലേ നിക? ഗുഡ് ഗേൾ അല്ലേ? പഴം വേണ്ട? പഴം കുട്ടി കഴിച്ചോ? ഒന്ന് ചായ ആണോ? ചായയിലുണ്ടല്ലോ മുഴുവൻ കഴിക്കി. മതി. പേസാ? എന്ത് പേസ്? ബ്രഷ്. എന്ത്? എങ്ങട്ടാ പോണ്? എങ്ങട്ട്? കുമ്പറഞ്ഞ? വായിലിട്ട് പുട്ടെന്ന് വായിലിട്ട് സംസാരിച്ചാലേ തരിപ്പ് പോവും. കഴിച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം. എന്ത് പാമ്പാ? പുട്ട് തെക്കിന്.
അവിടെ ഇരുന്ന് മീൻ കഴിക്ക്. ഭക്ഷണം അങ്ങനെ ആക്കാൻ പാടില്ല. സ്വാമി ശിക്ഷിക്കൂലേ? ആ ഭക്ഷണം കളയാൻ പാടില്ല. വേഗം കഴിച്ചോട്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കട്ടെ. ആ പുട്ട് കഴിക്കുമ്പോൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പുട്ട് കൊതി കിട്ടും. മതിയാ? സ്പീഡ് കുറച്ച് നോക്കി മതി. ആ അച്ഛൻ ചോറ് കൊണ്ടുപോകാനായില്ല. അച്ഛൻ ഇപ്പോൾ പോയില്ലല്ലോ. അച്ഛൻ പോകുമ്പോൾ കൊണ്ടുപോയിക്കോളൂ കേട്ടോ. അച്ഛൻ പോകുമ്പോൾ കുട്ടി കൊണ്ടോണേ. അച്ഛനോട് പറയണേ. ആ അച്ഛൻ കാറിൽ പോവും. ഓടിച്ചാ ഓടിച്ചാ. എങ്ങോട്ടാ പോയിന്? എങ്ങോട്ടാ പോയിന്? മുട്ടായി ആണല്ലോ പോയിട്ടാ. അച്ഛൻ അച്ഛ പോയി. എന്തേ? എന്താ? ആര് വച്ച്? താട്ട വച്ചതാ തന്നെ. പിന്നെ പഴം കണ്ടപ്പോൾ എനിക്ക് പഴം വേണമെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് പൊളിച്ച് കഴിക്കുകയാണ്. പുഴുങ്ങിയിട്ടാണ് എന്നും കഴിക്കാറ്. ഇന്ന് അവൾ പച്ചക്കാണ് കഴിക്കുന്നത്. നിക കുളിക്കണ്ടേ? ചെയിനായിട്ട് എടുത്തിട്ടല്ലേ? വാ കുളിക്കാൻ അങ്ങോട്ട് വാ. പാൻ്റ് കൂരിയോ? അതെ. എണ്ണ ഇങ്ങനെ വേണ്ട. വേണ്ട. എണ്ണ തേക്കാൻ നല്ല മടിയാണ്. അതുകൊണ്ട് ഇപ്പം എന്നും തേക്കാറില്ല. ഇപ്പം ഇടവിട്ട് ദിവസങ്ങളിൽ മാത്രമേ എണ്ണ തേക്കാറുള്ളൂ. എണ്ണ തേച്ചാൽ ഭയങ്കര കരച്ചിലാണ്. പിന്നെ കുളിക്കുന്നതിന് എല്ലാത്തിനും ഉറങ്ങുന്നത് വരെ കരച്ചിലായിരിക്കും. അതുകൊണ്ട് ഇന്ന് എണ്ണ തേച്ചില്ല. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കുളിക്കാൻ. അപ്പം എണ്ണയൊന്നും തേച്ചിട്ടില്ല. മുടി വാ. ഞാൻ എഴുതിക്കോളാം. എൻ്റെ പിരി ചെയ്തിട്ടെ. ഇപ്പത്തെ എഴുതിക്കപ്പോ ഒരു പിരിക മാത്രമേ ഉള്ളൂ. Yes. Yay.
കണ്ണുകുട്ടി. കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരി കുട്ടിയായിട്ട് നീക്കുട്ടി ഇതാ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബായ്. കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരി കുട്ടിയായിട്ട് നികത ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.